ഹണി, ബണ്ണി, പോപ്പട്ട്, നിങ്ങളൊക്കെ ഇത് എവിടെയാണ്? എന്റെ അമ്മേ, ഫ്യൂച്ചറിൽ ഞാൻ തിന്ന് ഇത്രയും വലിയ തടിയനായി മാറിയോ? ആരെങ്കിലും ഒന്ന് രക്ഷിക്കാ. പുറത്തേക്ക് വലിക്കല്ല. പുറത്തേക്ക് എന്തിനാ വലിച്ചത്? അകത്തേക്ക് തള്ളിയാ പോരായിരുന്നോ? ഇനിയിപ്പോ ഞാൻ എങ്ങനെയാ കഴിക്കുക? അയ്യോ, നിങ്ങളുടെ ബില്ല്. അതിന് ഞാൻ ഇവിടുന്ന് ഒന്നും കഴിച്ചില്ലല്ലോ. ഇതാ ഡോറിന്റെ ബില്ലാണ്. കഴിച്ചതിന്റെ ബില്ല് പിന്നെ തരുന്നതാണ്. താങ്കളെ സ്വാഗതം ചെയ്യുന്നു. തരൂ, സാധനം ഞാൻ പിടിച്ചോളാം. ഇതാ നിങ്ങൾ വാങ്ങിയ സാധനം എടുത്തോളൂ. താങ്ക് യു. കൊള്ളാലോ, അടിപൊളി സ്വീറ്റ്സ്. എടാ കള്ള നിക്കടാ. എടാ എനിക്ക് വിശക്കുന്നു. തിന്ന് ഇത്രയും വലിയൊരു തടിയനായി മാറാൻ പാടില്ലായിരുന്നു. ഇത് കാരണം എന്റെ ഭക്ഷണം നഷ്ടമായി. ഇനിയിപ്പോ ഞാൻ വിശന്നിരിക്കേണ്ടി വരുമല്ലോ. കൊച്ചുകുട്ടികൾ അമ്മയെ കണ്ടാൽ ക്യൂട്ടായി ചിരിക്കും. നിന്നെ ഞാൻ എന്തെങ്കിലും എന്റെ സ്വന്തമാക്കിയിരിക്കും. മുയലിനെ പിടിക്കാൻ നമ്മൾ എങ്ങനെയാണ് കെണിയൊരുക്കുന്നേ? എന്റെ പൊന്നു കാക്കറേ, ആക്ച്വലി ഞാൻ എങ്ങനെയാണ് എന്റെ ഇഷ്ടം നിന്നോട് തുറന്നു പറയുന്നേ? വെളിയിൽ വാതിലിന്റെ അടുത്ത് ആരോ വന്നെന്നാ തോന്നുന്നത്. ദാ നിക്ക്, ഞാൻ എന്താ വരുന്നു. അപ്പൊ ശരിക്കും എന്നെ കാണാൻ പറ്റില്ല അല്ലേ? കന്നാ സാർ എന്താ ഇത്ര നേരം എന്നെ കണ്ടില്ലല്ലോ. പക്ഷെ ഇങ്ങനെ കാണാതിരിക്കുന്നത് തന്നെയാ നല്ലത്. കന്നാ സാർ കവിത ചൊല്ലി ചൊല്ലി ഫോട്ടോയെ പോലും വെറുപ്പിക്കാൻ തുടങ്ങിയിരിക്കുക. പക്ഷെ ഈ കിറ്റ് ഇത് എവിടെ പോയി? മിക്കവാറും മാർക്കറ്റിൽ പോയി കാണും. എന്നാ പിന്നെ അവിടെ ചെന്ന് അന്വേഷിക്കാലോ. നിന്നെ കണ്ടപ്പോൾ മുതൽ എന്റെ മനസ്സിന്റെ കടായിൽ സ്നേഹമെന്ന പരിപ്പ് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ കണ്ണെന്ന പഞ്ചസാര ലായനിയിൽ രസഗുള പോലെ നീ നീന്തുകയാണ്. ആഹ് കൊള്ളാലോ ഡോക്ടർ ബാലു. എന്തായാലും ഇവരെ കൂടി ഒന്ന് പറ്റിച്ചു കളയാം. സ്വപ്നെ, നീ എത്ര നാളായി എന്റെ സ്വപ്നമാണ്. ഇനിയെങ്കിലും അത് സത്യമാക്കിക്കൂടെ? എന്റെ നെഞ്ചിലൂടെ ഓടുന്ന ആഗ്രഹങ്ങളുടെ റൈഡാണ് നീ. എന്റെ സ്നേഹമെന്ന അലുവയിൽ ചേർത്തിരിക്കുന്ന കശുവണ്ടിയാണ് നീ. കാണാൻ കഴിയാത്ത എന്താണോ അതിന്റെ ഗന്ധം മാത്രമേ നമുക്ക് കിട്ടൂ. അത് ഡോക്ടർ ബാലുവിന്റെ പെർഫ്യൂമിന്റെ ഗന്ധമായിരിക്കും. ആരാണ് നീ? പറയൂ. ഞങ്ങൾക്കിടയിൽ എന്തിനാണ് സംസാരിക്കുന്നത്? പറ്റുമെങ്കിൽ എന്നെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കേ. ഇല്ല, എനിക്ക് മനസ്സിലായില്ല. നിന്നെ എനിക്ക് കാണാൻ പോലും പറ്റുന്നില്ലല്ലോ. ആരോടാ സംസാരിക്കുന്നത്? നിങ്ങളുടെ പുറകിൽ ആരെയും കാണാനും ഇല്ലല്ലോ. ആരോ സംസാരിക്കുന്നത് പോലെ എനിക്കും തോന്നി. പക്ഷെ ഇവിടെ ആരെയും കാണുന്നുമില്ല. അപ്പൊ എന്നെ ആർക്കും കാണാൻ പറ്റുന്നില്ല. നീ സ്നേഹമെന്ന പായസത്തിനുള്ളിൽ ഉപ്പെന്ന തടസ്സം വാരിയിട്ട് കുളമാക്കാൻ നോക്കുന്നത് എന്തിനാണ്? അങ്ങോട്ട് പോകൂ. ഞങ്ങളുടെയൊക്കെ മൈൻഡ് എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചിന്തിക്കാനും പറ്റും, എന്ത് വേണേലും കാണാനും പറ്റും. അപ്പൊ പിന്നെ മൈൻഡ് ഇല്ലാത്തവരുടെ കാര്യം എങ്ങനെയാ? അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ പ്രോഗ്രാം കാണാൻ പാടില്ല. ഇത് ചിരിച്ചു തള്ളാനുള്ള കാര്യമല്ല വത്സ. ഒരു പക്ഷേ നമ്മുടെ ബുദ്ധിയെ നിയന്ത്രിച്ചുകൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫ്യൂച്ചറിൽ ആരാകാൻ കഴിയുമെന്ന് പോലും നമുക്ക് കാണാൻ കഴിയും മകനെ. ഇതിപ്പോ ഇത്തിരി കൂടി പോയെന്നാ തോന്നുന്നത്. അപ്പോ അദ്ദേഹം പറയുന്നത് സത്യമാണെങ്കിലോ? എന്ത് സത്യം? ഇങ്ങനെയുള്ള കേട്ടറിവുകളൊന്നും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല. ചില കാര്യങ്ങളിൽ ഒരു സത്യാവസ്ഥയും ഉണ്ടാവില്ല. കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായതെന്ന് ആർക്കെങ്കിലും അറിയാമോ? നിന്റെ വാചകോടി ഒന്ന് നിർത്തടാ പൊട്ടാ. അന്വേഷിച്ചറിയുന്നതിൽ എന്തായാലും തെറ്റ്. അതെ, ആദ്യം മുട്ടയാണോ കോഴിയാണോ ഉണ്ടായതെന്ന് നമുക്ക് ചെന്ന് കോഴിയോട് ചോദിച്ചിട്ട് വരാം. എന്തേ? അതല്ലടാ കഴുതേ. കോൺസെൻട്രേറ്റ് ചെയ്താൽ ഫ്യൂച്ചർ കാണാൻ പറ്റുമോ ഇല്ലയോ അതെന്തായാലും നമുക്ക് അറിയണം. എന്നാ പിന്നെ വാ, നമുക്ക് ഇപ്പൊ തന്നെ ഒന്ന്
ഈ ജോലി നിനക്ക് പറ്റുമോ? പറ്റും പറ്റും ഇല്ല 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 പറ്റും പറ്റും ഇല്ല ഇല്ല മിക്കവാറും ഒന്ന് സോർദാറിന്റെ സഹായം വേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അയ്യോ ഇവിടെ വരൂ. വേണ്ട വേണ്ട, നിനക്ക് എങ്ങനെ വരാൻ പറ്റും? നീ ആ ബോക്സിന്റെ അടിയിലായിട്ട് സോക്സ് പോലെ അരഞ്ഞിരിക്കുകയാണ്. ഈ ബോക്സിന് നിന്റെ ഭാരത്തേക്കാൾ കൂടുതലുണ്ട്. നിനക്ക് പറ്റുന്നതിനേക്കാൾ കൂടുതൽ ഭാരം ചുമക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിന്റെ ലൈസൻസ് വരെ കട്ടാകും. പിന്നെ ആ ലൈസൻസ് കിട്ടാൻ നീ ഒരുപാട് കഷ്ടപ്പെടും. മനസ്സിലായോ? നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലിക്ക് മാത്രമേ ഓക്കെ പറയാവൂ. സംശയമുണ്ടോ? ഖന്ന സാർ ഈ ബോക്സ് കൊറിയർ ചെയ്യാൻ പറഞ്ഞിരുന്നു. അദ്ദേഹത്തോട് എങ്ങനെയാണ് പറ്റില്ലെന്ന് പറയുക. ഒരു കാര്യം ചെയ്യൂ, ആ ബോക്സ് എടുത്ത് ആ ബൈക്കിൽ വയ്ക്കൂ, ബുദ്ധി പ്രയോഗിക്കൂ, എന്നിട്ട് ബൈക്ക് തള്ളൂ. ബോക്സ് കൊറിയർ ചെയ്യൂ, എന്നിട്ട് ബൈക്ക് കൊണ്ടുവന്ന് ഗ്യാരേജിൽ കൊടുത്താൽ മതി. ഇതിനിടയിൽ എന്റെ കാര്യം കൂടി നടക്കുമല്ലോ. ഓക്കേ. ഹലോ, ഞാൻ കണ്ടോ ഞാൻ എങ്ങനെയൊക്കെയാ പ്രാക്ടീസ് ചെയ്യുന്നെന്ന് നിങ്ങൾ എല്ലാരും കണ്ടോ? എടാ ഇവനെ ഒന്ന് പിടിച്ചു നിർത്ത്. ഇതെങ്ങാനും മേടം കണ്ടോണ്ട് വന്നാലേ പിന്നെ നമ്മളും തലകുത്തി നിന്ന് എക്സർസൈസ് ചെയ്യേണ്ടി വരും. സംശയമുണ്ടോ? ഐഡിയ എന്താ വെച്ചാ പറ. ഹണി, ഇത് നിർത്താൻ വേണ്ടി നമുക്കൊരു പ്ലാൻ തയ്യാറാക്കാം. ഹണി, നിന്നെ കാണാൻ പറ്റുന്നില്ലെന്ന് നമുക്ക് എല്ലാവർക്കും കൂടി പറയാം. കൊച്ചലിയാ, എന്റെ ഫ്ലൈങ് കിക്ക് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കിക്കേ. എന്റെ അമ്മേ. ഹണി, നീ ഹിറ്റാണ്. സൂപ്പർ ഹീറോയുടെ കിറ്റാണ്. നല്ല ഒന്നാന്തരം ഫിറ്റാണ്. നിന്റെ ശബ്ദം കേൾക്കുന്നുമുണ്ട്, പക്ഷെ നിന്നെ കാണാനും പറ്റുന്നില്ല. എന്തത്? പക്ഷെ ഞാൻ നിങ്ങളുടെ മുന്നിൽ തന്നെയല്ലേ നിൽക്കുന്നേ. നീ എവിടെയാണ്? അയ്യോ, എന്റെ അമ്മേ. ഞാൻ എക്സർസൈസ് ചെയ്ത് മറ്റുള്ളവർ കാണാതിരിക്കാൻ മാത്രം അത്രയ്ക്കങ്ങ് മെലിഞ്ഞു പോയോ? ഭാഗ്യം ചിലർക്ക് മാത്രമേ ഇങ്ങനെ ഒരു അവസരം നൽകാറുള്ളൂ. എന്നെ കാണാൻ പറ്റില്ലായിരുന്നെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യുമായിരുന്നു. സംശയമുണ്ടോ? വേഗം ബാഗിങ് തിരിച്ചതാ, അല്ലെങ്കിൽ നല്ല അടി കിട്ടും. ഒരുത്തരം തിരിച്ചറിയാൻ പോലും പറ്റില്ല ആരാ തല്ലിയതെന്ന്. നിങ്ങൾ എങ്ങനെ എന്റെ വാലി പിടിച്ചത്? ശബ്ദം കൊണ്ടാണ് കണ്ടുപിടിക്കുന്നെങ്കിൽ എന്റെ മുഖത്തല്ലടോ പിടിക്കേണ്ടത്. ഗുണ്ടകൾ അവിടെയുണ്ട്. എന്തോന്നാണ് ഈ കാണിക്കുന്നേ? ഡോഗിന്റെയും പൂച്ചയുടെയും കടി വാങ്ങിക്കുവാണോ നീ? ഞാനൊരു പെറ്റ് ലവറാണ്. എനിക്ക് ഇവരുടെ ദേഹത്ത് കൈവെക്കാൻ പറ്റില്ല. കൊള്ളാലോ, താങ്കൾ ദയാലുവാണ്, നല്ലവനാണ്, ശുദ്ധനുമാണ്. ചുരുക്കി പറഞ്ഞ താങ്കൾ ഒരു ഗുണ്ടയേ അല്ല. ഞാൻ നിവർത്തികേട് കൊണ്ട് ഗുണ്ടായി മാറിയതാണ്. ഞങ്ങളും നിവർത്തികേട് കൊണ്ടാണ് അടിക്കാൻ പോകുന്നത്. ദാ പിടിച്ചോ.
ഡോ താൻ എന്തായി കാണിക്കുന്നേ? ദാ പിടിച്ചോ. നിക്ക്. നിന്നെ ഇന്ന് ശരിയാക്കി തരാം. നിക്കടാ അവിടെ. ഇനി മേലെ ഈ വഴിക്കണ്ട. അടിച്ചതിന്റെ പുറം ഞാൻ പൊളിക്കും കേട്ടോ. നിങ്ങളൊക്കെ കൂടി എന്നെ പറ്റിക്കായിരുന്നല്ലേ? ആ പലഹാര കടക്കാരൻ ഞാൻ ലഡ്ഡു കഴിക്കുന്നത് കണ്ടു, എന്നിട്ട് എന്നെ തല്ലി. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? അല്ല, ആരാ നിങ്ങള്? എന്തായി പറയുന്നേ? കാണാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ ഹണിയാണ്. എടാ, ഞാൻ നിന്റെ മുമ്പിൽ തന്നെയല്ലേ നിൽക്കുന്നേ. ഹണി, എനിക്ക് നിന്നെ കാണാനേ പറ്റുന്നില്ല. അപ്പൊ പിന്നെ ആ കടക്കാരൻ എങ്ങനെ കണ്ടേ? ഹണി, അയാളെ കുറ്റം പറയാൻ പറ്റില്ല. നീ ഒരു കഴുത തന്നെയാണ്. ഓക്കെ, അപ്പൊ ആരാണ് കഴുതകൾ? അവർക്ക് എന്നെ കാണാൻ പറ്റില്ല അല്ലേ? അതായത് നിങ്ങളെല്ലാരും കഴുതകളാണെന്നാണോ? ഇല്ല, അതായത് നിന്നെ ആ പലഹാരക്കടക്കാരന് കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ലഡ്ഡു കുറഞ്ഞു വരുന്നത് അയാൾ കണ്ടല്ലോ. അയാളത് കണ്ട വെപ്രാളത്തായിരിക്കും തല്ലിയത്. അങ്ങനെയായിരിക്കും നിനക്കത് കൊണ്ടത്. അപ്പൊ അയാൾ വല്ലാത്ത വെപ്രാളത്തിലായിരുന്നു സോർദാറെ. വല്ലാത്ത അടിയായി പോയി അടിച്ചത്. എന്നെ ഉറപ്പായിട്ടും കാണാൻ പറ്റുന്നില്ലല്ലോ അല്ലേ? ഇല്ല. ഇതെത്ര വിരലുണ്ട്? വിരലെവിടെ? അയ്യോ, ഞാൻ ഓർത്തില്ല. ഞാനൊരു കഴുത തന്നെ. എന്നെ തന്നെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ എന്റെ വിരല് കാണുന്നേ? അളിയ, സ്കൂളിൽ പോവാതെ ഇങ്ങനെ കളിച്ചു നടക്കാൻ എന്ത് രസമല്ലേ? കുട്ടികളെ, ജ്ഞാനം വളരെ അത്യാവശ്യമുള്ള ഒരു സംഗതിയാണ്. അതായത് പഴത്തിന്റെ തൊലി ഉരിയാതെ നമുക്കത് കഴിക്കാൻ പറ്റില്ല. അതുപോലെ ജ്ഞാനം എന്ന പഴം കഴിക്കണമെങ്കിൽ അലസത എന്ന പഴത്തൊലിയെ ഉരിഞ്ഞു കളയണം. സംശയമുണ്ടോ? താൻ വലിയ ജ്ഞാനിയാണോ? സംശയമുണ്ടോ? എന്നാ പറ, ഓറഞ്ച് പുറമെന്ന് കണ്ട ഉരുണ്ടിരിക്കും, പക്ഷെ അതിന്റെ ഉള്ളിൽ എന്താ വിണ്ടിരിക്കുന്നത്? പറയുന്നേ. അത് വിട്ടേക്ക്, ഇത് പറയ്. പാലിന്ന് വെണ്ണയും നെയ്യും ഉണ്ടാക്കാറുണ്ടല്ലോ. പിന്നെ നെയ്യ് എന്തുകൊണ്ട് പാലാക്കാൻ പറ്റുന്നില്ല? ശരി, എന്നാ അത് വിട്. ഒരു കാടക്കോഴിയുടെ മുന്നിൽ 2 കാടക്കോഴി, മറ്റൊരു കാടക്കോഴിയുടെ പിന്നിൽ 2 കാടക്കോഴി. അപ്പൊ മൊത്തം എത്ര കാടക്കോഴി? 3 കാടക്കോഴികൾ. സംശയമുണ്ടോ? അല്ല, 5 കാടക്കോഴി. അല്ല, അതെങ്ങനെയാവും? ഞങ്ങളുടെ കാടക്കോഴി നടുക്കാണ് നിൽക്കുന്നത്. 2 കാടക്കോഴി മുന്നിലും 2 കാടക്കോഴി പിന്നിലുമാണ് നിൽക്കുന്നത്. അപ്പൊ 5 ആയില്ലേ? ശരി, എന്നാ ഇനി പറ, എന്റെ തലയിൽ എത്ര മുടിയുണ്ടെന്ന്? അതിനിപ്പോ ഈ മുടിയുടെ എണ്ണം ആർക്കാ പറയാൻ പറ്റുക? ഞാൻ എണ്ണി കാണിക്കാമല്ലോ. ഇവന്റെ തലയിൽ 3,12,09,030 മുടിയുണ്ട്. നീ പറയുന്നത് നുണയാവാനും സാധ്യതയില്ലേ? പിന്നെ എങ്ങനെ ഞാൻ വിശ്വസിക്കും? ശരി, തനിക്കപ്പോ വിശ്വാസമായില്ലേ? എങ്കിൽ സ്വയം എണ്ണി നോക്ക്. സംശയം പെട്ടെന്ന് എണ്ണി നോക്ക്. അയ്യോ, സോർദാറേ, സുഖമല്ലേ? അത്ര സുഖമൊന്നുമില്ല. ഈ റെഡ് അടിച്ചിടാൻ പറ്റുന്നുണ്ട്, പക്ഷെ ഈ വൈറ്റ് കിട്ടുന്നേ ഇല്ല. എന്റെ ഹണി, അദ്ദേഹം സുഖമാണോന്നാ ചോദിച്ചേ. ക്യാൻസർ രോഗികൾക്ക് ചെയ്യുന്ന ചികിത്സാ രീതിയാണ് കീമോ. സോർദാറേ, ഞാനൊരു ജോലി ഏൽപ്പിച്ചാൽ നിനക്കത് ചെയ്യാമോ? ചെയ്യാം. സോർദാറേ, സെൻസെക്സ് ആയാലും ഗെയിം ആയാലും ഒരിക്കലും പാതി വഴിക്കിട്ടിട്ട് പോകരുത്. സംശയമുണ്ടോ? ഇതാ കന്നാ സാറിന് തിരക്കായത് കൊണ്ടാണ്. അതെ, എനിക്കൊരു അർജന്റ് മീറ്റിംഗിന് പോകേണ്ടി വരും. മാത്രമല്ല, ചേച്ചിക്ക് അർജന്റ് ആയിട്ട് ഒരു കൊറിയർ അയക്കണം. ഞാൻ ആ മീറ്റിംഗിന് പൊയ്ക്കോളാം. അയ്യോ, വേണ്ട. മീറ്റിംഗിന് ഞാനാണ് പോകേണ്ടത്. കൊറിയർ നീ അയച്ചാ മതി. അത് ഞാൻ ചെയ്തോളാം. സർക്കാർ കറണ്ട് അടക്കം എല്ലാ സാധനങ്ങളുടെയും വില കൂട്ടുകയാണ്. ഒരു ജോലിയും ചെയ്യില്ലെന്ന് പറയില്ല. സോർദാർ വളരെ നല്ലവനാണ്. അടികൈ. എന്നാൽ വരൂ, എന്താണ് കൊറിയർ ചെയ്തത് പറഞ്ഞേക്കൂ. നല്ലവനാകാനുള്ള ഓട്ടത്തിനിടയില് ഈ സോർദാറിന് എപ്പോഴെങ്കിലും ഒരു പണി കിട്ടും. ഇപ്പൊ ശരിക്കും പണിയിട്ടത് നമുക്കാടാ. ഇനി ഇപ്പൊ 3 പേര് ചേർന്ന് എങ്ങനെയാ ക്യാരംസ് കളിക്കുക? ലോകത്ത് ഇതുവരെ പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. നീ ആദ്യം ഇപ്പുറത്ത് നിന്ന് കളിക്കണം, പിന്നീട് അപ്പുറത്ത് പോയി നിന്ന് കളിക്കണം. ഈ ഏരിയയിൽ ഞാനൊന്ന് പാർക്ക് ചെയ്യാൻ പോവായിരുന്നു. ഓ, ആണോ? എന്നാ ഇനി ഇപ്പൊ ഇവിടെ ഞാൻ പാർക്ക് ചെയ്യും. നേരത്തെ ഞാൻ തന്നെ ഇവിടെ പാർക്ക് ചെയ്തത്. ഇവിടെ പാർക്ക് ചെയ്യേണ്ടത് എന്റെ വിലവെടുപ്പുള്ള കാറാ, മനസ്സിലായോ? അല്ലാതെ എന്റെ പാട്ട വണ്ടി അല്ല. താൻ റോഡിൽ കിടക്കുന്ന ചെളിയാണ്, ചിറകൊടിഞ്ഞ കിളിയാണ്. ശരിക്കും പറഞ്ഞാൽ താനുണ്ടല്ലോ അഹങ്കാരിയാണ്. എന്താ? അങ്ങനെയാ എനിക്ക് തോന്നിയത്. പക്ഷെ താൻ അങ്ങനെയല്ല. എനിക്ക് നന്നായിട്ട് അറിയാം. താൻ തന്റെ ഈ വണ്ടി മാറ്റിയിട്ട് എന്റെ വണ്ടി പാർക്ക് ചെയ്യാൻ അനുവദിക്കുമെന്ന്. അതൊന്നും ഇവിടെ നടക്കില്ല. എടോ, ഞാനൊന്ന് പറയുന്ന കേൾക്ക്.
ഞാൻ ഒരാളെ കാണാൻ വേണ്ടി വന്നതാണ്. ഇപ്പൊ തന്നെ വൈകി. വീണ്ടും വേറെ പാർക്കിംഗ് അന്വേഷിച്ചു പോയാൽ ഒരുപാട് വൈകി പോകും. അത് ശരി, വലിയ ധൃതിയാണല്ലേ? എന്നാ ഞാൻ ഇപ്പൊ തന്നെ എത്തിക്കാം. എങ്ങോട്ടാണ് പോകേണ്ടത്? അങ്ങോട്ട് തിരിഞ്ഞേക്ക്. ബുൾബുൾ, ഇയാൾക്ക് എവിടെയാണോ പോകേണ്ടത് അവിടെ കൊണ്ടെത്തിച്ചിട്ട് വാ നീ. ചെല്ല്. ബൈ. നീ എന്തുവാണ് കാണിച്ചോണ്ടിരിക്കുന്നേ? പേടിച്ചിട്ട് ഇപ്പൊ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നേനെ. സംശയമുണ്ടോ? എന്റെ പോപ്പട്ടെ, എനിക്കിപ്പോ ഫ്യൂച്ചറിൽ ഹാർട്ട് അറ്റാക്ക് വന്നേനെ. ഓ, അപ്പൊ നിനക്ക് ഫ്യൂച്ചറിൽ ഹാർട്ട് അറ്റാക്ക് വരാൻ പോവാണല്ലേ? എന്നാ പിന്നെ ഇപ്പൊ തൊട്ട് സൂക്ഷിക്കേണ്ടി വരുമല്ലോ. എടാ, അത് അങ്ങനെയല്ല. ഒരു ചെക്കൻ എന്റെ നേരെ ബുൾഡോഗിനെ അഴിച്ചു വിട്ടു. ഫ്യൂച്ചറിലെ പിള്ളേര് ഭയങ്കര അപകടകാരികളാ. മാത്രമല്ല തല്ലുള്ളിടുവാ. അതെന്താ നിന്റെ പുറകെ അവര് ബുൾഡോസറെ വിട്ടായിരുന്നോ? പക്ഷെ നിനക്ക് പറന്നു പോവായിരുന്നല്ലോ. എടാ, അവന്മാരെന്നെ കിളി വർത്തിയിട്ടാ വിട്ടത്. നീ അതിന് ഭയങ്കര ഇന്റലിജന്റ് അല്ലേ? ബുദ്ധിപരമായിട്ട് കുറച്ച് ജ്ഞാനം പകർന്നു കൊടുത്താ പോരായിരുന്നോ? വേണ്ടേ, ഞാൻ ഇനി ആർക്കും ഒന്നും പകരുന്നില്ല. ചോദിക്കാതെ ഒരുത്തന് ജ്ഞാനം കൊടുക്കരുത്. ഇനി ചോദിച്ചാലും അത് കൊടുക്കാൻ പാടില്ല. ഇനി ഭാവിയിൽ ഒരുത്തന് ജ്ഞാനം കൊടുക്കുന്നില്ല. ഇന്ന് മുതൽ ഫ്യൂച്ചർ പ്ലാനിംഗ് തുടങ്ങുകയാണ്. നിനക്കെന്താ പറ്റിയേ? ഒന്നുമില്ല, എല്ലാം നോർമൽ ആയിരുന്നു. ഇപ്പൊ എങ്ങനെയാണോ അതുപോലെ തന്നെ അപ്പോഴും. എനിക്ക് ഫ്യൂച്ചറിൽ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ഹണി, നിന്റെ കാര്യം എന്തായി? ഞാനതിന് ഫ്യൂച്ചറിൽ പോയില്ലല്ലോ. എനിക്ക് അതിന് മാത്രം ബുദ്ധിയൊന്നുമില്ലല്ലോ. പക്ഷെ ഞാൻ നിന്റെ വെല്ലിച്ചന്റെ വീട്ടിൽ പോയായിരുന്നു. വെല്ലിച്ചനാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി 1 കിലോയും നിനക്ക് വേണ്ടി 6 കിലോ മധുരപലഹാരങ്ങളാ തന്നയച്ചിരിക്കുന്നത്. 6 കിലോയോ? പക്ഷേ ഞാൻ ഇത്രയും കഴിച്ചാൽ വല്ലാണ്ട് തടിച്ചു പോവൂലേ. എന്റെ ഫ്യൂച്ചറിൽ എനിക്ക് ആ കള്ളനെ പിടിക്കാനും പറ്റില്ല. എടാ സോർദാറേ, നീ മാർക്കറ്റ് വഴിയാണോ പോകുന്നത്? അതെ. രാജപുരിയിലേക്കുള്ള ബസ് പിടിക്കണേ. ഞാനിപ്പോ വൈഫിനെ കൊണ്ട് വരാം. ഓക്കെ. നിർത്ത്. അയ്യോ ചേട്ടാ, നിർത്ത്. നിർത്ത്. അയ്യോ, ആക്സിഡന്റ് ആയി. എടാ, നമ്മുടെ സോർദാറിന് ആക്സിഡന്റ് ആയി. വേഗം വാ. എന്റെ ബസ്സിൽ തന്നെ വന്ന് ഇടിക്കണമെന്നോടാ നിനക്ക്. എടാ, നീ കാരണമാ ഞങ്ങളിപ്പോ ലേറ്റ് ആയത്. ഇവര് കുഴപ്പമൊന്നുമില്ലല്ലോ. ആ, പക്ഷേ എന്റെ ബൈക്കിന്റെ ഓരോ പാർട്സും ചെറിയ 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 കഷ്ണങ്ങളായി പോയി. ഇനിയിപ്പോ ഈ ബൈക്കിന്റെ ഓരോ കഷ്ണങ്ങളായി ശരിയാക്കി എടുക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ പുതിയ ബൈക്ക് മേടിക്കുന്നതായിരിക്കും. എന്റെ ഹൃദയമാകെ തകർന്നു പോയി. ചേച്ചിക്ക് അയച്ചു കൊടുക്കാൻ വെച്ച മാങ്ങളെല്ലാം ചതഞ്ഞു പോയി.